അതെ ഞങ്ങളുടെ വീട്ടില് കൊച്ചിനെ നോക്കാൻ വേണ്ടി ഒരു ലേഡി വന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പാപ്പു എന്നാണ് പേര്. പാപ്പു എന്തോ പാർവതി രത്നാകരൻ അങ്ങനെ എന്താണ് ഫുൾ നെയിം. അപ്പൊ അവരുടെ അടുത്ത് എന്തൊക്കെയോ നിഗൂഢത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നീ ഇപ്പൊ ജയന്റെ അവിടെയല്ലേ നിക്കണ? അവിടെ കൊച്ചു വന്ന അവിടെ കുഞ്ഞു കൊച്ചു വന്നിട്ടുണ്ട്. ആരോ കൊണ്ടുവച്ചതാണ്. അതിനെ ആരാ എന്താന്നൊന്നും അറിയത്തില്ല. അറിഞ്ഞില്ലേ? ഇവൻ കഥയെന്നും പറഞ്ഞ എന്തേലും എന്തൊക്കെയോ വന്ന് പറഞ്ഞ അവ ഒറിജിനൽ കൊച്ചു അവിടെ വന്ന. ഒറിജിനൽ കൊച്ചു വന്ന് അപ്പൊ കൊച്ചിനെ നോക്കാൻ വേണ്ടിട്ട് ഒരു അയനെ ഏർപ്പാടാക്കി. പക്ഷെ അവര് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവര് മെന്റലല്ല സാറേ, എന്തൊക്കെയോ ഓരോ രഹസ്യങ്ങള് ഉണ്ട് അവർക്ക്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ റൂമിൽ കയറിയപ്പോഴത്തേക്കും ഏകദേശം എനിക്കൊരു ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്തോ ഒരു കണ്ടുപിടിക്കാൻ പറ്റൂല. നീ എന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ നിന്റെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവര് കണ്ടു. ഞാൻ അവര് കാണാതെ കയറി കണ്ടുപിടിക്കണം. അത് എന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലേ ആ സ്കില്ല് നിനക്ക് കിട്ടുള്ളൂ. ഇനി സ്കില്ല് കിട്ടാൻ വേണ്ടി ഞാൻ ട്രെയിനിങ് വരണം. എന്നിട്ട് അപ്പൊ തോറ്റ് തുന്നാൻ പാടി നീ ഇറങ്ങി. ഇല്ല, ഞാൻ തപ്പാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അവര് വന്ന് കണ്ടു. അവരെ തപ്പാൻ അല്ല സാറേ, അവരെ തപ്പാനല്ല, ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അവരെ പറ്റിയ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുന്നത് നോക്കിയപ്പോഴത്തേക്കും അവര് കണ്ടു. പക്ഷെ അവരെന്നെ ഇടിക്കാനൊക്കെ വന്നേ. സാധാരണ ഗതിയില് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നോട് അറ്റാക്ക് ചെയ്യാൻ ആർക്കും തോന്നാറില്ല. നീ എങ്ങനെ കണ്ണു അടച്ച് കൈ കെട്ടി നിൽക്കുമല്ലോ, അപ്പൊ ആയിരിക്കും ഒന്നും തോന്നില്ല. പാവം ഇടിക്കണ്ട എന്നേ തോന്നുന്നു. അതല്ല സാറേ, എന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നൂല. ഞാൻ അങ്ങനെ കണ്ണടച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടാണ്. എന്നാ പാവി എത്ര ഇടി. ആ സിറ്റുവേഷനെയാണ് പച്ച മലയാളത്തിൽ പേടി അല്ലെങ്കിൽ ഭയം എന്ന് നമ്മൾ പറയുന്നത്. എനിക്കതില്ല. പവി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും അത് കഴിഞ്ഞ കാലം. അത് പാസിംഗ് ക്ലൗഡ്. കണ്ണടച്ച് നിൽക്കുന്ന കാര്യം പറഞ്ഞ ഇൻസൾട്ട് ചെയ്യരുത്. എന്റെ ഇവിടെ കിടക്കുന്നത് ഇപ്പോഴും അതെടുത്ത് മാറ്റി സാറേ. കഴിവ് കാണിച്ചു തരണം. എന്നിട്ട് ഇപ്പൊ എന്തായി? അവരെ ഇടിവാഞ്ചി പിടിച്ചാ മൊത്തം ഇടിക്കാൻ പോയി. പക്ഷെ ഞാന് എങ്ങനെ രക്ഷപ്പെട്ടു. മൂക്കിലിട്ട് ഇടിക്കാനാ പോയത്. ഇപ്പൊ മൂക്കില് പ്ലാസ്റ്റർ മറ്റേ ഇങ്ങനെ മൈനസ് ഒട്ടിച്ചോണ്ട് വന്നിരിക്കേണ്ട ഗതിയായിരുന്നു. അയ്യേ, അങ്ങനൊന്നും ഇടിക്കത്തൊന്നുമില്ല അവര്. അതിന് അത്ര ധൈര്യമൊന്നും അവർക്കില്ല. ഇപ്പൊ അവരെ അങ്ങനെയൊക്കെ തോന്നാന് എന്നെ പോലെ ഒരാളെ അങ്ങനെ ഇടിക്കാൻ. അത് നിന്നെ പറ്റി നീ പുകഴ്ത്തുന്നത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നതിന് പറ, നീ അവിടെ ചെന്ന് അവരെ ഇങ്ങനെയൊക്കെ തോന്നാൻ കാര്യം എന്താണ്? അവർക്ക് എന്തൊക്കെയോ എനിക്ക് അങ്ങനെ തോന്നി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ജേർണലിസ്റ്റുകൾക്ക് ഉണ്ടാവുന്ന. അതെ, നമ്മുടെ ജോലി അതാണല്ലോ. അപ്പം ആരെ കണ്ടാലും ഡൗട്ട് വന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ അവിടെ റൂമിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവരെന്നും വേർക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ ആ ഒരു സ്കില്ലുണ്ടല്ലോ, സംതിങ് മിസ്റ്റീരിയസ്. ഒരു കാര്യം ചെയ്യ്, ഈ കേസിൽ നീ മുന്നോട്ട് പോയിക്കോ. ഞാൻ ഉറപ്പായിട്ട് മുന്നോട്ട്. നമുക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല.